ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ് ഗൈസ്. ഞാനിപ്പോൾ ഇന്നലെ ഇനിയാന്നൊക്കെ നമ്മളെടുത്ത വീഡിയോ കണക്കാക്കി ഞാൻ ഇച്ചിരി ഉള്ളിലേക്ക് കയറി പോകുന്നു കേട്ടോ. ഇനി തിരിച്ചെങ്ങനെ പോകുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. എന്തായാലും ഞാനിവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴി. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു ഈ റോഡ് കണ്ടിന്യൂസ് പോയാൽ മതി എന്നാണ്. ഓക്കെ, സോ ഞാൻ വഴി ഇങ്ങനെ കണ്ടിന്യൂസ് പോവാണ്. കൂടെ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് ഓർത്തു. എന്താ ഇത് നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് കാടാണ് കേട്ടോ. കാടാണോയെന്ന് ചോദിച്ചാൽ ഇത് എത്ര സ്ഥലം ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കേട്ടോ. ഇതുണ്ടോ? ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് കേട്ടോ. ഇതിലെങ്ങനെ പോയാൽ റോഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡസ്റ്റ്ബിൻ ബക്കറ്റ്. ഇതിങ്ങനെ റോഡ് ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഫുള്ള് കാട് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എന്നാലും നമുക്കിതിങ്ങനെ വീഡിയോ എടുത്തിടുമ്പോൾ കുറേ ഏരിയ കവർ ചെയ്യാം. ഓക്കെ, വളരെ മനോഹരമായ വ്യൂസ് ആണ്. നമ്മുടെ നാട്ടിലെ പുളി പോലെയുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് പുളിയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. ഉണ്ടോ? പുളിമരം പോലെയുണ്ട്. കുറച്ചധികം ദൂരമുണ്ട്. ഇങ്ങനെ ആൾക്കാർ വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്തു. ഉണ്ടോ? ഇതിങ്ങനെ കുറേ അങ്ങ് പോകുന്നതാണ്. നമ്മളില്ലേ ഉണ്ടോ? ഇതിങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാരുണ്ട് കേട്ടോ. ജനങ്ങൾ പോകുന്ന വഴിയാണ്. ആൾക്കാർ വഴി ഇത് ഇവിടെയൊക്കെ പിള്ളേർ കളിക്കുന്നുണ്ട്. ഉണ്ടോ? കുട്ടികൾ കളിക്കുന്ന ഏരിയ അതല്ല. നമുക്ക് ഒരുപാട് വഴിയുണ്ട് കേട്ടോ അതിൽ. ഇത് പന്ത് കളി കോർട്ടുകൾ അന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ. ഇതിപ്പോൾ ഇച്ചിരി അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റി. പക്ഷെ ഇന്ന് കുട്ടികൾ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ, കളിക്കുന്നുണ്ട്. നമുക്കിവിടെ നേരെ താഴോട്ട് ഇറങ്ങാം. ഇയാൾ പറഞ്ഞത് ഇതിൽ നേരെ പോയാൽ മതി, മെട്രോ സ്റ്റേഷൻ കാണാമെന്നാണ്. പക്ഷെ എന്തായാലും പോയി നോക്കാം അല്ലേ. കാടുകളാട്ടോ, ശരിക്കും കാട് വനം പോലെയുണ്ട്. പേടിയാവും കേട്ടോ ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ. പക്ഷെ ഇവിടെ എല്ലാ ആൾക്കാരുണ്ട് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നൊരു വഴിയാണ്. പക്ഷെ ഇത് മണ്ണാട്ടോ. ഈ കാണുന്ന മണ്ണാണ്. അതിൻ്റെ മുകളിൽ ഈ മരത്തിൻ്റെ പൂ വീണ് കിടക്കുകയാണ്. ഇതുണ്ടോ? 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 ഇവിടെയൊക്കെ ഭയങ്കര കാടാണ് കേട്ടോ. ഇവിടെ ഒരു ഇതുണ്ട്, എന്താണ് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ? നമുക്ക് ശരിക്കും കിട്ടുന്നില്ല. ഒരു ഇതാണ്. നമുക്കത് കിട്ടണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി പോകണം. പേടിയാവും. വേണ്ട, പരീക്ഷണം വേണ്ട. ഓക്കെ, നമ്മളങ്ങനെ പോയി നോക്കാം. കുട്ടികൾ കളിക്കുന്നുണ്ട്. ഞാൻ ഏതൊക്കെ വഴികളിലൂടെ പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അതുകൊണ്ട് കടലാസ് ബോക്സ് ഒരുപാട് വഴികൾ കാണുന്നുണ്ട്. ഒരു വഴി കൂടെ അങ്ങ് പോവാണ്. എന്തായാലും എവിടെയെങ്കിലും എത്തിപ്പെടും. അങ്ങനെ ഇതാ പാർക്കിൻ്റെ റോഡ് സൈഡിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെയല്ല ശരിക്കും മെട്രോ ഉള്ളത്. മെട്രോ സ്റ്റേഷൻ ഇച്ചിരി നടക്കണം. നോക്കാം. ഞാൻ വരുന്ന വഴിക്കെല്ലാം ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലേക്ക്. ഇതാണ് ദൈവം നമ്മോട് കൂടെ. ഓക്കെ, ഇതുണ്ടോ? വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്.
സൈഡിൽ റോഡ് എത്തിയിട്ടോ നമ്മൾ. അപ്പോൾ മെട്രോ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. കാണാമെന്നറിയില്ല ഗൈസ്. ഇതാ നമ്മുടെ മെട്രോ സ്റ്റേഷൻ. ഓക്കെ ഗൈസ്, അപ്പം ഞാനേ ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി പറഞ്ഞുതരാം. ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ തക്കാളി ചമ്മന്തി നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരു തക്കാളി കുനുകുന അരിയുക, സവോള കുനുകുന അരിയുക, 2 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, എല്ലാം കൂടെ ശരിക്ക് വറക്കണ്ട, ശരിക്കൊന്ന് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റി, വെളിച്ചെണ്ണയ്ക്കകത്താട്ടോ ടേസ്റ്റ്. അത് വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റി 2 കുരുമുളക്, 1 നുള്ളി ചെറുജീരകം, ഇതൊക്കെ ഇടുകയാണെങ്കിൽ ഇച്ചിരി ഒരു ടേസ്റ്റാട്ടോ. തക്കാളി ചമ്മന്തി എന്ന് പറയുമ്പോൾ എല്ലാവരും വെറുതെ ഒരു തക്കാളി ഉള്ളിയും ഇത് മാത്രം ഇട്ടരക്കരുത്. അതിനകത്തൊരു 2 വെളുത്തുള്ളി, 2 കുരുമുളക്, ഇച്ചിരി കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടരച്ച് നല്ലോണം ഒന്ന് വഴറ്റുക. ആദ്യം വഴറ്റി കഴിഞ്ഞിട്ട് നല്ലപോലെ അരയ്ക്കുക. അരച്ചിട്ട് നല്ലോണം കുറച്ച് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളമാകരുത്. വെള്ളം ചേർക്കാതെ അരച്ചിട്ട് നല്ല സൂപ്പറായിട്ട് അങ്ങ് കടുക് വറുത്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ വായിൽ വെള്ളം ഊറുന്നു. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ തക്കാളി ചമ്മന്തി റെഡി. ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് എന്ന് വേണ്ട ചോറിന് വരെ നമുക്ക് അപ്പം ഉണ്ടാക്കി അപ്പത്തിനും കൂട്ടി കഴിക്കാൻ പറ്റുന്ന അതിമനോഹരമായ അതിഗംഭീര ടേസ്റ്റാണ് കേട്ടോ. അത്രയും ടേസ്റ്റി ആയ തക്കാളി ചമ്മന്തി റെഡിയായി കിട്ടും. ഓക്കെ ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ സൂപ്പറായിട്ട് കാണുക. എല്ലാ വീഡിയോയും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.